ഫേക്ക് വീഡിയോ കൊണ്ട് നിറയുകയാണ്. കാരണം ടെക്നോളജി ടൂളായ AI ഉപയോഗിക്കുന്നു. പല ഭാഷകളിലും ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന സംഭവം വളരെ സീനിയറായിട്ടുള്ള പല ഉദ്യോഗസ്ഥർ, അതായത് ഗവൺമെൻറ് സർവീസിന് പല പോലീസ് ഉദ്യോഗസ്ഥരും ചില വീഡിയോകൾ എനിക്ക് അയച്ചു തന്നു. ഛത്തീസ്ഗഡിൽ ഒരു ആദർശ് സോണി എന്ന് പറയുന്നയാൾ ക്രൈസ്തവരെ കൊല്ലും എന്നും പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഉണ്ടാക്കി. അത് കുംഭമേളയ്ക്ക് ശേഷം ഓരോരുത്തരെയും നശിപ്പിക്കാൻ പോവുകയാണ്. അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്ന് അതേപോലൊരു വീഡിയോ വരുന്നു. ക്രൈസ്തവരെ മുഴുവൻ മിഷണറിമാരെ മുഴുവൻ ഞങ്ങൾ കൊല്ലാൻ പോവുകയാണ്. അതായത് സംഘപരിവാറിന് കാവി വസ്ത്രമൊക്കെയാണത്. അങ്ങനെ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം എനിക്കൊരു 10-60 ഇതേപോലെയുള്ള വീഡിയോകൾ തന്നു. അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് ഹിന്ദിയിലുള്ള സംസാരങ്ങളാണ്. അപ്പം ഞാനിതിൻ്റെ ക്രോസ് ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചു, എന്താണ് ഈ സംഭവം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന സ്റ്റേറ്റിലുള്ള ചില BJPക്കാരെ, RSSകാരെ അവരൊക്കെ വിളിച്ച് സംസാരിച്ചു. അപ്പം അവർ പറയുന്നു ഇതുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല, ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ AIയുടെ കുറച്ച് ടെക്നീഷ്യൻസൊക്കെ ഉണ്ട് അറിയാവുന്നത്. അപ്പം അവർക്ക് ഈ വീഡിയോ ഒക്കെ അയച്ചു ഇതൊന്ന് വെരിഫൈ ചെയ്യാൻ പറഞ്ഞു, ഫാക്റ്റ് എന്താണ് ഈ സംഭവം. അവരൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് മുഴുവനും AIയിൽ ഉണ്ടാക്കിയതാണ്. അതായത് ഞാൻ കൊടുത്ത 10-50 വീഡിയോകൾ മുഴുവനും AIയിൽ ഉണ്ടാക്കിയതാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിൽ കൂടെ മറ്റും ടെലഗ്രാമിൽ കൂടെ ഇത് പോകുന്ന വീഡിയോകൾ, അതായത് സർക്കുലേറ്റ് ചെയ്യുന്ന വീഡിയോകൾ മുഴുവനും AI ടൂൾ ഉപയോഗിച്ച് കള്ളത്തരം രീതിയിൽ ക്രിസ്ത്യാനികളെയും ഇവിടുത്തെയുള്ള ഹിന്ദുക്കളെയും തമ്മിൽ അടുപ്പിക്കാൻ ഉണ്ടാക്കിയൊരു സാധനമാണ്. ഉറപ്പായിട്ടും ഇതിൻ്റെ പുറകിൽ സുഡാപ്പികൾ തന്നെയാണ്. കാരണം അവർക്കറിയാവുന്ന കാര്യമാണ്, കേരളത്തിലുള്ള ക്രൈസ്തവർക്ക് ഈ BJPയോടുള്ള അകലം വളരെയധികം കുറഞ്ഞു വരികയാണ്. ക്രൈസ്തവർക്ക് BJPക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്. കാരണം 2026 അസംബ്ലി ഇലക്ഷൻ വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇന്ത്യൻ തരംഗമായിട്ട് സൃഷ്ടിച്ച് മറ്റുള്ളിടത്തുള്ള ക്രിസ്ത്യാനികൾക്കും, അതായത് ക്രൈസ്തവരായിട്ട് വന്നവരും വിശ്വാസികൾക്കും തമിഴ്നാട്ടിലൊക്കെ ഹിന്ദിയിലാകെ അയച്ചു കൊടുക്കുകയാണ് ഈ സംഭവം. ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമായിട്ടങ്ങ് മാറി. അപ്പോൾ ആന്ധ്രയിൽ ചില ആൾക്കാർ തന്നു ഈ സംഭവം. കാരണം ഇതെന്താണ് ഈ സംഭവം, ഇത് ഹിന്ദിയിലാണ്, എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കണ്ടൻറ്റ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിത് പറയുന്നത്. കാരണം ഞാനിത് പ്രോപ്പറായിട്ട് സയൻറ്റിഫിക്കലി വെരിഫൈ ചെയ്തു. ഈ പറയുന്ന ആളുകളൊന്നും എവിടെയും ജീവിച്ചിരിപ്പില്ല, ഉണ്ടാക്കിയെടുത്ത കഥാപാത്രങ്ങളാണ്. മറ്റൊന്ന്, ഈ പറയുന്ന നിങ്ങൾക്കറിയാം, ഇത് AI ഉപയോഗിച്ച് ഇത് വലിയ പാടൊന്നുമില്ല. ഇതേപോലെ ഒരു 5 മിനിറ്റോ 4 മിനിറ്റോ ഇതേപോലെ വീഡിയോ ഉണ്ടാക്കാനും അതിനൊരു ടെക്സ്റ്റ് ഉണ്ടാക്കാനും അത് ഹിന്ദി ഭാഷയിലോട്ട് മാറ്റാനും ആരുടെ ശബ്ദത്തിലാണോ അതെല്ലാം AI വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ടെക്നോളജി ടൂൾസിൻ്റെ ഒരു സമയമാണ്. എന്നെ തന്നെ AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന തമിഴ് നിങ്ങൾ കണ്ടു കാണും. കാരണം എൻ്റെ രൂപത്തിലാണ് സംസാരിക്കുന്ന ഭാഷ, എൻ്റെ ശബ്ദം, ഇതൊക്കെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് വലിയ മെനക്കേട് സംഭവമൊന്നുമില്ല. ഇപ്പോൾ ഓരോന്ന് AI ടൂളിനകത്ത് പറയും, ഇന്നടുത്ത് പോയി കഴിഞ്ഞാൽ ഇന്ന ടെക്സ്റ്റ് കിട്ടും, അത് ഇന്ന ട്രാൻസ്ലേറ്റ് ചെയ്യുക, അത് ആരുടെ ശബ്ദത്തിൽ വേണം, ശബ്ദം വരെ അവർ റെക്കമെൻഡ് ചെയ്ത് തരും. കാരണം അതേപോലെ ശബ്ദമുള്ള ഒരാൾ പോലും കാണത്തില്ല. മുഴുവനും കള്ളത്തരങ്ങളും കപടതകളിൽ കൂടെ ഉണ്ടാക്കിയെടുത്ത് സ്പർദ്ധ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. അതുമായിട്ട് കുംഭമേളയെ കണക്ട് ചെയ്ത് ആലോചിച്ച് നോക്കുക, എത്രമാത്രം ഗൂഢാലോചനയാണ് ഇതിൻ്റെ പിറകിലുള്ളത്. അതായത് എങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇത് മതസ്പർദ്ധയും കലാപവും ഉണ്ടാക്കാൻ വേണ്ടി ഒരു ആൻറ്റി ഇന്ത്യ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ഗ്ലോബൽ ഗൂഢാലോചനയാണ് ഇതിൻ്റെ പിറകിലുള്ളത്. അതേപോലെ തന്നെ ഈ സംഭവം ചില അമേരിക്കയിലുള്ള മലയാളികൾ എനിക്ക് അയച്ചു തന്നു. ഞാൻ പറഞ്ഞത് മുഴുവനും ഫേക്കാണ് സംഭവം. കാരണം ഞാനിത് കാരണം നിങ്ങളിത് വെരിഫൈ ചെയ്ത് നോക്ക്, ഇത് ഫേക്കായിട്ട് AIയിൽ ഉണ്ടാക്കിയതാണ്. ഈ പറയുന്ന വീഡിയോ 1% പോലും സത്യമല്ല. ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാവിയും ഈ വാളും അതും ഇതുമൊക്കെ കാണിക്കുന്ന മുഴുവനും കംപ്ലീറ്റ് ഫേക്കായിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് ഇത് വിശ്വസിക്കരുത്. കാരണം ഇപ്പോഴത്തെ ലോകത്ത് ഏത് രീതിയും എന്തും ഫേക്ക് ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ഏതെങ്കിലും രീതിയിൽ മനുഷ്യനെ തമ്മിൽ തല്ലിച്ച് കൊല്ലാൻ വേണ്ടി നടക്കുന്നൊരു കൂട്ടരുണ്ട്.
അത് ഏത് വിഭാഗക്കാരാണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാം. ഉറപ്പായിട്ടും സുഡാപ്പികൾക്കാണ് ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യം. അവരാണ് ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ മുഴുവൻ. കാരണം ഇന്ത്യയിൽ ഏതെങ്കിലും രീതിയിൽ ഡീസ്റ്റെബിലൈസ് ചെയ്ത് ഇന്ത്യയെ നശിപ്പിക്കണമെന്ന് താല്പര്യമുള്ളൊരു കൂട്ടരുണ്ട്. അത് നമ്മൾ തള്ളിക്കളയാൻ പറ്റത്തില്ല. അവരുടെ അജണ്ടയുടെ ഭാഗമായിട്ട് സ്പർദ്ധ വളർത്തുക, നാശം വിതയ്ക്കുക, ആൾക്കാരിൽ ഭയമുണ്ടാക്കുക, അവരുടെ ഉദ്ദേശ ലക്ഷ്യം നേടിയെടുക്കുക. ഇതാണ് അതിൻ്റെ പിറകിലുള്ളത്. ഇവിടെയുള്ള ഹിന്ദുക്കളെ കലാപകാരികളാക്കി മാറ്റുക. ആലോചിച്ച് നോക്കുക. എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച്, എൻ്റെ അസസ്മെൻ്റ് അനുസരിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടോളറൻസുമായിട്ട് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഹിന്ദു കമ്മ്യൂണിറ്റി. അവർ ഈ ലൈഫ് സ്റ്റൈലാണ് അവരുടെ അത് ഹിന്ദു മതമല്ല സംഭവം. അവർ ലോകത്തിലെല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതേപോലെ ഹിന്ദു സന്യാസിമാർക്ക് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഒന്നോ രണ്ടോ പേര് അവിടെ ഇവിടെയൊക്കെ പ്രശ്നമുണ്ടാക്കി പല രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നു എന്നുള്ള സത്യമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതിനെതിരെ ഗവൺമെൻറ് ഇപ്പോൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങി. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം ജനാധിപത്യ രാജ്യമാണ്. ഓരോ ഇന്ത്യക്കാരനും അവൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. അവനെല്ലാ രീതിയിലുള്ള അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഗവൺമെൻറ് അതിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അല്ലാതെ ഒരാൾ വിളിച്ചു പറയാൻ കൊല്ലും, കുംഭമേള കഴിഞ്ഞ് കൊല്ലും, അതിനുശേഷം കൊല്ലും, മിഷണറിമാരെ കൊല്ലും, ക്രൈസ്തവരെ കൊല്ലും, വിശ്വാസികളെ കൊല്ലും എന്നൊക്കെ ഇതുപോലെ സംഭവം ഉണ്ടാക്കിയത് പാനിക്ക് സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ്. ഒരു കാരണവശാൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾ സർക്കുലേറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളത് സർക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ഇവർ സക്സസ് ആകുന്നത്. കാരണം അവരുടെ ആവശ്യമാണ് ഇത് സർക്കുലേറ്റ് ചെയ്ത് എല്ലാ ഭാഗത്തോട്ടും വീഡിയോ പോകുക, ആൾക്കാരിൽ പാനിക് ഉണ്ടാക്കുക, ഹൈന്ദവ വിശ്വാസികളുമായിട്ടുള്ള ബന്ധം, അതായത് ക്രൈസ്തവർ മുഴുവൻ കട്ട് ഓഫ് ചെയ്ത്, ഇതൊക്കെയാണ് അവരുടെ ആവശ്യം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇവർ കംപ്ലീറ്റ് ആയിട്ട് ഇത് മുഴുവൻ പല പ്ലാറ്റ്ഫോമിൽ കൂടെ ഇത് സർക്കുലേറ്റ് ചെയ്യുന്നത്. 1% പോലും ഇത് വിശ്വാസയോഗ്യമല്ല. അതേപോലെ ഇതിന് പുറകിലുള്ള വലിയൊരു ഗൂഢാലോചനയുണ്ട്. അതായത് ഇന്ത്യയിലെ ക്രൈസ്തവരും ഹിന്ദുക്കളുമായിട്ടുള്ള ആ ബന്ധം നശിപ്പിക്കുക. കാരണം അവർക്കറിയാം, ഈ സുഡാപ്പികൾക്കറിയാം, ഒരു കാരണവശാലും ഈ പറയുന്ന മതവർഗീയവാദികൾ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം അടുത്തൊരു വഴി കപടതയും കള്ളത്തരവും അത് പോകുന്ന ഈ ഒരു കൂട്ടർ അവർ കണ്ടുപിടിച്ചൊരു മാർഗമാണ് ഇതേപോലെയുള്ള വീഡിയോകൾ സർക്കുലേറ്റ് ചെയ്യുക. അതായത് സോഷ്യൽ മീഡിയ വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇരയാകാതിരിക്കുക. ഒരു കാരണവശാൽ ഇതേപോലുള്ള വീഡിയോകൾ സർക്കുലേറ്റ് ചെയ്യരുത്. നിങ്ങൾ ആദ്യം ഇതെന്താണ് സത്യം എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഇത് സർക്കുലേറ്റ് ചെയ്യാവൂ. ഇതെൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം ഞാനിത് മുഴുവനും ഇരുന്ന് കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് മനസ്സിലാക്കിയ ശേഷം തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് 101% ഫേക്ക് വീഡിയോയാണ്. ഇതിൻ്റെ പിറകിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്. അവരെ ഒറ്റപ്പെടുത്തുകയാണ് ഇന്ത്യക്കാരായ നമ്മളുടെ എല്ലാം ഒരേ ഒരു ലക്ഷ്യം.